ഇപ്പോൾ ഒരു ക്രിസ്തീയ മതവിശ്വാസി എന്നുള്ള ലെവലിൽ നിന്ന് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക മതവിശ്വാസി എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ പടിയാണല്ലോ. ആ വിശ്വാസി എന്ന് പറയുന്ന ആ ഒരു പടിയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ, ബൈബിളാണെങ്കിലും ഖുറാനാണെങ്കിലും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നിൻ്റെ പ്രവൃത്തികൾ നല്ലതാണെങ്കിൽ നിനക്ക് സ്വർഗത്തിലേക്ക് എത്താം, നിൻ്റെ പ്രവൃത്തികൾ മോശമാണെങ്കിൽ നരകത്തിലേക്ക് എത്താം. അപ്പോൾ ഒരു ദൈവിക വിചാരമെന്ന് പറയുന്നത് ഈ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രവൃത്തികൾ അധിഷ്ഠിതമായി ഈ ഒരു ജന്മം, മനുഷ്യജന്മം കഴിയുമ്പോൾ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേറിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കർമ്മഫലം അനുഭവിക്കേണ്ടത് എന്നുള്ള രീതിയാണ്. ഇത് കേവലം വിശ്വാസ തട്ടിൽ നിന്നിട്ടാണ്. ഉന്നതമായ മറ്റൊരു തട്ടിൽ നിന്ന് നോക്കുമ്പോൾ വേറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പ്രതലത്തിൽ നിന്ന് ഇങ്ങനെയാണ്. അപ്പോൾ ഇതേ വിശ്വാസി, അതൊരു ക്രിസ്ത്യനാകട്ടെ ഒരു ഇസ്ലാമികനാകട്ടെ, ഹൈന്ദവ മതത്തിനെ നോക്കുന്ന സമയത്ത്, ഞാൻ അങ്ങനെ ഒരു സമയത്ത് വീക്ഷിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം, നോക്കുന്ന സമയത്ത് രണ്ട് ആംഗിളാണ് കാണുന്നത്. ഒന്ന് എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ, ക്ഷേത്രങ്ങളെ, അതിനകത്തുകൂടെ ഈ വിഗ്രഹാരാധനയൊക്കെ നടത്തി പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്തു പോകുന്ന ഒരു രീതി. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, അവർ ധരിച്ചിരിക്കുന്നത് ഹൈന്ദവ ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ഈ ചക്രാസിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്ത് ആ ഒരു ലെവലിലൂടെ, ആ ചക്രാസിൻ്റെ ആ വിവിധ എനർജി ലെവലിലൂടെയൊക്കെ കയറി അവസാനം ശരിക്കുമുള്ള അടുത്ത ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഒരു ഉന്മാദത്തിൻ്റെ അവസ്ഥ, ഒരു ആഹ്ലാദത്തിൻ്റെ അവസ്ഥ. അതാണ് ശരിക്കും ഹൈന്ദവ മതം പറയുന്ന ഏറ്റവും പീക്ക് ലെവലിലുള്ള ആത്മീയത എന്നാണ് ഒരു സാധാരണ വിശ്വാസ സമൂഹത്തിൽ നിൽക്കുന്ന ഒരാൾ വീക്ഷിക്കുന്നത്. സോ ഹൈന്ദവ രീതിയിൽ ഇത് രണ്ട് മാത്രമേ കാണുന്നുള്ളൂ. കുറേ ആൾക്കാർ ഈ കർമ്മപദ്ധതികളുടെ പുറകെ നടക്കുന്നു, കുറച്ച് ആൾക്കാർ ഈ ചക്രാസിൻ്റെ ബാക്കിലൂടെ പോയിട്ട് ആ ഒരു മോക്ഷപ്രാപ്തി, അതാണ് മോക്ഷപ്രാപ്തി എന്നും അതാണ് സ്പിരിച്വാലിറ്റിയുടെ പീക്ക് ലെവലെന്നും. ഇത് ഞാൻ പറയുമ്പോൾ ഹൈന്ദവ മതത്തിൻ്റെ ചില ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്ന ആൾക്കാരും ഇത് പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ ഒരു ആനന്ദപ്രാപ്തിയാണ് ഈശ്വര സാക്ഷാത്കാരം, ഈ ആനന്ദമാണ് ഈശ്വരൻ എന്ന് പറയുന്ന വ്യക്തികളുമുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെ ഒരു ഹൈന്ദവ ആചാര്യൻ എന്ന് പറയുന്ന ആ ഒരു ഉന്നത നിലത്തിൽ നിന്ന് സ്വാമിജി എന്താ അതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്? യഥാർത്ഥത്തിൽ ഇത് രണ്ടും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ തലം ജ്ഞാനത്തിൻ്റെ തലമാണ്. അതാണ് വേദാന്ത തലം. അത് രണ്ടാമത്തെ തലം. ഈ പറഞ്ഞ രണ്ടും ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മുടെ ചക്രങ്ങളെ, ഷഡ്ചക്രങ്ങൾ, ഇപ്പം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയും. റൂട്ട് ചക്ര, ഹാരചക്ര, സോളാറ്, ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര, തേർഡ് ഐ ചക്ര. ഈ 6 ചക്രങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്ത് അതിനെ കുണ്ടലിനി യോഗം എന്നൊക്കെ പറഞ്ഞൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാ മനുഷ്യനും ഏത് സാധന അനുഷ്ഠിക്കുന്നവൻ്റെയും കുണ്ടലിനി ശക്തി, സർപ്പൻ പവർ, അത് ക്രമേണ അതിനെ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ പോലും അതിന് ഈ വിവിധ തലങ്ങളിലേക്ക് ഇത് ഉയരാറുണ്ട്. അത് ക്രിയാശക്തിയാണ്. അത് നാം ചെയ്യുന്ന ഏത് മാർഗത്തിലൂടെ ആയാലും, നാം ചെയ്യുന്ന സാധനകളുടെ, ക്രിയകളുടെ, പരിശീലനങ്ങളുടെ ഫലമായി ഇത് ഉണർന്നിരിക്കും. ആ ചക്രത്തിൽ, ഏത് ചക്രത്തെ കുണ്ടലിനി ശക്തി എവിടം വരെ ഉണർന്നു എന്നോ അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ഓരോ ചക്രത്തിൽ ഉണരുമ്പോഴുള്ള അയാൾ പ്രകടിപ്പിക്കുന്ന രീതികൾ, അയാളുടെ സ്വഭാവങ്ങളെ പ്രകടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുപോലെ തന്നെയാണ് ഈ പറയുന്ന ആരാധനകൾ എല്ലാം. ഈ ആരാധനകൾ എല്ലാം തന്നെ ആദ്യകാലത്ത് ഇല്ലായിരുന്നില്ല. കാര്യം ഇപ്പം നമ്മൾ യുഗങ്ങളെക്കുറിച്ച് എടുക്കുകയാണ്. അപ്പോൾ അതിൽ സത്യയുഗം എന്ന് പറയുന്ന കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നൊക്കെ പറയുന്നു. കാര്യം ആദ്യകാലത്ത് സത്യയുഗം എന്ന് പറയുന്ന അന്നത്തെ മനുഷ്യനെല്ലാം സത്യത്തെ, ഈശ്വരനെ അറിയാവുന്നവരായിരുന്നത് കൊണ്ട് അവരാ ഈശ്വരന് അനുസരിച്ച് ധാർമ്മികമായ ജീവിതം പുലർത്തിയിരുന്നവരായിരുന്നു. പിൽക്കാലത്ത് ഈ ധാർമ്മികതയ്ക്ക് കുറവ് സംഭവിച്ചു. ധാർമ്മികതയ്ക്ക് കുറവ് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഈ സത്യത്തിൽ നിന്ന് അവൻ വ്യതിചലിച്ചു തുടങ്ങി. ഇങ്ങനെ വന്നപ്പോൾ അവന് ജ്ഞാനം കൊണ്ട്, ആദ്യം എല്ലാ ജ്ഞാനികളായിരുന്നു, ഈ ജ്ഞാനം കൊണ്ട് മാത്രം നിൽക്കാതെ വന്നപ്പോഴാണ് അവനിൽ സാധനകൾ വേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് യാഗങ്ങളായിരുന്നു ആരംഭിച്ചത്. യാഗം എന്ന് പറഞ്ഞാൽ യജ്ഞങ്ങൾ, ഇതായിരുന്നു ആദ്യകാലത്ത് ആരംഭിച്ചത്. ഈ യാഗങ്ങൾ ആരംഭിച്ച സ്ഥലത്ത് യാഗം കഴിഞ്ഞിട്ട് അവിടെ ലിംഗം പ്രതിഷ്ഠിക്കുന്ന സംവിധാനം വന്നു. അതാണ് സ്ഥൂല രൂപത്തിലുള്ള വിഗ്രഹത്തിൻ്റെ ആദ്യ ചുവടാണ് വിഗ്രഹം. ഈ
ശിവലിംഗങ്ങളാണ് ആദ്യം. ഈ ലിംഗത്തിൻ്റെ പ്രത്യേകത അതെന്ന് പറഞ്ഞാൽ ഈശ്വരൻ നിർഗുണ നിരാകാരനാണ്. ആ നിരാകാരൻ സർവവ്യാപിയും സർവജ്ഞനും സർവശക്തനുമാണ്. പക്ഷെ അതിനെ മനസ്സിലാക്കാനുള്ള ജ്ഞാനം കുറഞ്ഞു വന്നപ്പോൾ അവർക്കൊരു പ്രതീകമുണ്ടാവണം. ഇങ്ങനെ യാഗം കഴിയുന്ന ഭൂമിയിൽ അസാധ്യമായ ശക്തി ഉണ്ടാവുന്നു. അവിടെ അത് കഴിഞ്ഞിട്ട് ലിംഗം പ്രതിഷ്ഠ ആരംഭിച്ചു. ഈ ലിംഗപ്രതിഷ്ഠയുടെ പ്രത്യേകത അത് സഗുണ നിരാകാരമാണ്. എന്ന് വെച്ചാൽ ത്രിഗുണങ്ങളോട് കൂടിയതാണെങ്കിലും ശരീരം അവയവരഹിതമാണ്. അതുകൊണ്ടാണ് നിരാകാരം എന്ന് പറയുന്നത്. ക്രമേണ അതും കുറഞ്ഞു. വീണ്ടും ഒരു വിഭാഗത്ത് നിന്ന് പിന്നെയും അജ്ഞാനികൾ കൂടിയപ്പോൾ അവർക്ക് ഇതൊന്നും പോരാ. അങ്ങനെയാണ് അവയവങ്ങളോട് കൂടിയ രൂപങ്ങൾ ഇതുണ്ടായത്. അതൊക്കെ ദ്വാപരയുഗമൊക്കെ വന്നപ്പോഴത്തേക്ക് അങ്ങനെയുള്ള ഇത് തന്നെ വേണ്ടി വന്നു. ദ്വാപര കലിയുഗത്തിലൊക്കെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ശരിയാണ്, തെറ്റൊന്നുമല്ല. ഓരോരുത്തരുടെ തലത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, പുരാണങ്ങളും ഇതിഹാസങ്ങളും ആർക്ക് വേണ്ടി. അപ്പോൾ അതിന് മുകളിൽ വേദാന്തത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞു. അതേപോലെയാണ് വിഗ്രഹത്തെ ആരാധിക്കുന്ന പറയുമ്പോൾ വ്യാവഹാരിക ലോകത്തോട് താല്പര്യങ്ങൾ കൂടുതലുള്ളതും പരാതികളും പരിഭവങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരനെ ഉദ്ദേശിച്ചിട്ടാണ്. എന്നാൽ അവൻ്റെ ആ ജ്ഞാനം ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് അവൻ ലിംഗാരാധനയിലേക്ക് മാറും. ലിംഗാരാധനയ്ക്കുള്ളത് ഇത് സഗുണ സാകാരമാണെങ്കിൽ ലിംഗം സഗുണ നിരാകാരത്തിലെത്തി. അവൻ അതിലൂടെ മുകളിലേക്ക് ജ്ഞാനത്തിലേക്ക് പോകുമ്പോൾ നിർഗുണ നിരാകാരമായ ബോധത്തിലെത്തിച്ചേരും. ഈ ബോധമാണ് ബ്രഹ്മം, ഈ ബോധമാണ് ജ്ഞാനം. അതുകൊണ്ടാണ് ഈശ്വരൻ്റെ സ്വരൂപം സത്ത് ചിത്ത ആനന്ദം, സച്ചിദാനന്ദമാണെന്ന് പറയുന്നത്. സത്തെന്ന് പറഞ്ഞാൽ ഉണ്മ, ഉള്ളത്, സത്യമായതാണ്. ചിത്തെന്ന് പറഞ്ഞാൽ അത് ജ്ഞാനമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കുന്നവൻ ആനന്ദ സ്വരൂപനാണ്, എപ്പോഴും ആനന്ദത്തിലായിരിക്കും. അപ്പോൾ ജ്ഞാനമാണ് ഈശ്വരൻ, ആ ബോധമാണ് ഈശ്വരൻ എന്ന ഈ തലത്തിലേക്ക് എത്തുന്നു. ഇത് ഇന്ന രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. അവൻ്റെ ജ്ഞാനശക്തി വർദ്ധിക്കുന്നതിനനുസരിച്ച് ക്രിയാശക്തിയും വർദ്ധിക്കും, ഇച്ഛാശക്തിയും വർദ്ധിക്കും. ഇത് ഈ അടുത്ത കാലങ്ങളിലാണ് ഇതിനെ പ്രത്യേകം തിരിച്ച് കുണ്ടലിനി യോഗം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ തിരിച്ച് കൊണ്ടുവരുന്നത്. അത് ആ ഭാഗത്ത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നു പറയും. പക്ഷേ അവൻ്റെ വാസനകളെയൊക്കെ മാറ്റിയെടുത്തില്ലെങ്കിൽ, അവൻ്റെ കർമ്മങ്ങളിൽ വേറെ മാറ്റമില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവൻ്റെ എന്താ പറഞ്ഞ ചിത്തശുദ്ധിയാണ് വേണ്ടത്. എല്ലാ കർമ്മങ്ങളും നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നതും നമ്മൾ ആരാധനകൾ എന്തൊക്കെ ജപം ചെയ്യുന്നതും ഉൾപ്പെടെ എല്ലാം നമ്മുടെ ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. അപ്പോൾ ആരാധനകൾ വഴിപാടുകൾ എല്ലാം നടത്തി തീർത്ഥാടനങ്ങൾ ചെയ്യുന്നു, ജപം ചെയ്യുന്നു, ദൈവവ്യവാശ്രയ ചികിത്സയിൽ ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ്. ചിത്തശുദ്ധി ആർജിച്ചാൽ മാത്രമേ ആത്മശക്തി പ്രോജ്വലിക്കുകയുള്ളൂ. ആത്മശക്തി പ്രോജ്വലിച്ചാൽ മാത്രമേ ശരീര മനോബുദ്ധ്യാദികൾ എല്ലാത്തിനെയും പ്യൂരിഫൈ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അങ്ങനെയുള്ളവൻ സ്വാഭാവികമായി കുണ്ടലിനി ശക്തി ഉണർന്നിരിക്കും. അതാണ് അതിന് ഒരു പ്രത്യേകത. അതിനുവേണ്ടി ഉണർത്താൻ വേറെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതില്ല. എനിക്കറിയാവുന്ന പലരും ഉണ്ട്, ഈ ഇത് മാത്രം ഫോക്കസ് ചെയ്യുന്നവരെല്ലാം ഭയങ്കര ശാരീരിക പ്രശ്നങ്ങളുള്ളവർ എനിക്കറിയാം. അപ്പം ചെയ്യേണ്ടത് സാധനകൾ ചെയ്യുന്നതിന് മുമ്പേ നേരിട്ട്, പിന്നെ ഈ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ ഒന്നും കട്ടിയാഹാരം കൊടുക്കില്ലല്ലോ. അതുപോലെ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ശ്രീവിദ്യ ഉപാസനകളൊക്കെ ചിലർ പെട്ടെന്ന് കയറി ശ്രീവിദ്യാോപാസന ദീക്ഷ, ഇപ്പോൾ ഓൺലൈൻ ദീക്ഷയൊക്കെ ഉണ്ട് പറയും. ചിലരോടൊക്കെ വരുമ്പോൾ ഞാൻ പറയും മണ്ടത്തരം. എന്നോട് വന്നിട്ട് ചിലർ പറഞ്ഞിട്ടുണ്ട്, സ്വാമി ഞാൻ ശ്രീവിദ്യാ ദീക്ഷ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സ്വാമിയുടെ അഭിപ്രായം എന്താ? ഞാൻ പറഞ്ഞു ഒരിക്കലും നല്ല അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞു. അതെന്താ സ്വാമി, അത് ദോഷമാണോ? ഞാൻ പറഞ്ഞു അത് ദോഷമല്ല, നല്ലത് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും എല്ലാ സാധനയും പറ്റിയതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം അനുസരിച്ച് നിങ്ങളുടെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റവും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഇത്രയും അഗ്രസീവായിട്ട് നിൽക്കുന്ന സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം ഹൈപ്പറായി നിൽക്കുന്ന നിങ്ങൾ കയറിയിട്ട് ശ്രീവിദ്യ ഉപാസന ചെയ്താൽ ചിലപ്പം മെൻ്റലായി പോകും. നിങ്ങൾക്ക് പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഉത്തമം. ഇതൊരു ഗുരുവിന് പറഞ്ഞു കൊടുക്കാനേ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാവർക്കും എല്ലാം പറ്റിയതല്ല. ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസരിച്ചിട്ടാണ് ഏത് സാധന വേണം എന്നുള്ളത്.
ഇവിടെയാണ്. ഒടുവിൽ മോക്ഷത്തിന് മുമ്പ് സാധനകളെല്ലാം അവസാനിക്കും. ഈ സാധന എന്ന് പറഞ്ഞാൽ എന്തിനാ? സാധ്യത്തെ നേടാൻ വേണ്ടി സാധകൻ ചെയ്യുന്ന ക്രിയയാണ് സാധന. അപ്പൊ സാധ്യം ലക്ഷ്യമാണ്, സാധകൻ ഞാനാണ്, ചെയ്യുന്ന ക്രിയ ലക്ഷ്യത്തിലേക്കുള്ള ക്രിയയാണ്, കർമ്മമാണ് സാധന. ഒടുവിൽ വന്നിട്ട് സാധകനുമില്ല സാധനയുമില്ല, ലക്ഷ്യം മാത്രം നമ്മൾ അതിലെത്തും. അപ്പൊ പിന്നെ സാധന ഇല്ലാതാവും. എല്ലാ സാധനയും ഇല്ലാതായി കഴിഞ്ഞാൽ മാത്രമേ സാക്ഷാത്കാരം, കൈവല്യം ഉണ്ടാവും. അത് ഈ ആത്മീയ തലങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാധാരണ സമൂഹത്തിന് അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ആത്മീയ തലത്തിൽ ശരിക്കുന്നവർക്ക് 7 തലങ്ങളുണ്ട്. ഈ ആത്മീയ തലങ്ങൾ, അത് ശുഭേച്ഛ, ആദ്യത്തെ തലം ശുഭേച്ഛയാണ്. സാധാരണ ഈ നമ്മൾ ഈ ക്ഷേത്ര വിഗ്രഹങ്ങളൊക്കെ ആരാധനയൊക്കെ ചെയ്യുന്ന ഇതൊന്നും ആ തലത്തിൽ വന്നിട്ടില്ല. അതെല്ലാം ആധ്യാത്മിക തലമാണ്. ആത്മീയ തലത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ശുഭേച്ഛയാണ്. അതിന് മുകളിലേക്ക് ഉയർന്നു വരുമ്പോൾ സുവിചാരണ, അതിനു മുകളിൽ അസംസക്തി, തനുമാനസി, 5ാമത്തെ സത്വാപത്തി, 6 തുര്യം, 7 തുര്യാതീതം. 7 തലങ്ങളുണ്ട്. നമ്മളിപ്പോൾ സാധാരണ കാണുന്ന ഇതൊന്നും അതിൽ 1ാം പടി പോലും എത്തിയിട്ടില്ല. അതെല്ലാം ആധ്യാത്മിക തലം. ആത്മീയ തലത്തിൽ ആന്തരികമായ സാധനയിലേക്ക് കടന്നു പോകുന്ന ഒരാളിൻ്റെ ആദ്യ ചുവട് ശുഭേച്ഛയാണ്. ശുഭേച്ഛയും സുവിചാരണയും അസംസക്തിയും, ഈ 3 അവസ്ഥകൾ, 3 തലങ്ങളും നമ്മുടെ ഈ ജാഗ്രത് അവസ്ഥയിലാണ് സംഭവിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി, സൂക്ഷ്മ ശരീരത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ ജാഗ്രത് അവസ്ഥയിൽ നമുക്ക് ഉയരാവുന്ന 3 തലമേ ഉള്ളൂ. ആത്മീയ സാധകന് ഈ 3 തലങ്ങൾ കടന്ന് അവന്റെ സ്വപ്നാവസ്ഥയിലും അവൻ ആത്മീയ തലത്തിൽ ഉയരും. സ്വപ്നാവസ്ഥയിലും സാധാരണ നമ്മളൊക്കെ ഉറങ്ങി ഒന്നുമില്ലാതെ ഇങ്ങനെ കിടന്ന് സ്വപ്നം സുഷുപ്തിയൊക്കെ ഇങ്ങനെ കിടക്കുക. അതല്ല, ആത്മീയ സാധകർ ബോധാവസ്ഥയിൽ തന്നെയാണ് ഓരോ കിടക്കുന്നത്. സ്വപ്നാവസ്ഥയിൽ എത്തുമ്പോൾ അസംസക്തിയായി, അല്ല തനുമാനസിയായി. അവൻ സുഷുപ്തിയിലെത്തുമ്പോൾ അവൻ സത്വാപത്തി തലമായി. ആ തലം, അതായത് 3 അവസ്ഥകളും കഴിഞ്ഞു. ആ അവസ്ഥാത്രയങ്ങൾക്ക് അതീതമാകുന്നതാണ് തുര്യം. അതാണ് നമ്മൾ സമാധി അവസ്ഥ എന്ന് പറയുന്നത്, സന്യാസത്തിന്റെ പൂർണ്ണത എന്നൊക്കെ പറയുന്നതാണ്. അത് കഴിഞ്ഞിട്ടൊരു തലമുണ്ട്. ഈ സമാധി അവസ്ഥയിൽ ചിത്തവൃത്തികളെല്ലാം ഒടുങ്ങി ആനന്ദ സ്വരൂപനാണ്. അപ്പോഴും നമുക്ക് വാസനകൾ അവശേഷിക്കും. പൂർവജന്മാർജിതമായ ഒരു വാസനയുണ്ട്, അത് കിടക്കും. ചിത്തമൊക്കെ ഫ്രീ ആണ്. ആ വാസനകളും കൂടി ഇല്ലാതാവുന്ന അവസ്ഥയാണ് കൈവല്യം. അതാണ് തുര്യാതീതം, അതാണ് അവധൂതാവസ്ഥ. മരിക്കുന്നതല്ലല്ലോ, മരണമല്ല ഇത് കൈവല്യം. ഇത് അവധൂതാവസ്ഥ എന്ന് പറയുന്ന 7ാമത്തെ തലത്തിലെത്തുന്നതാണ്. പലപ്പോഴും നമ്മളൊക്കെ പറയും ഞാനങ്ങ് അതിലേക്ക് എത്തിയ ആളാണ്. ഇതാണ് പലരുടെയും കഷ്ടപ്പാട്. എത്ര തല കടക്കുക എന്നുള്ളതാണ്. ഈ ജന്മം കൊണ്ട് നമ്മൾ ഈ ജാഗ്രത്തില് ഈ പറയുന്ന അസംസക്തിയിലെങ്കിലും ഒന്ന് എത്തിയിരുന്നെങ്കിൽ അടുത്ത ജന്മത്തെ അതിൻ്റെ തുടർച്ചയായിട്ടെങ്കിലും കിട്ടും. പുതിയ പാപം ചെയ്യാതിരുന്നാൽ മതി. അപ്പൊ ഇങ്ങനെയാണ് ആധ്യാത്മിക തല. ഇത് മുഴുവൻ ഈ ചക്രങ്ങളുമായി ബന്ധപ്പെടുത്തിയേ അല്ല. ചക്രങ്ങൾ മനുഷ്യ ശരീരവും ബാഹ്യ ലോകവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെല്ലാം ആധ്യാത്മിക കാര്യങ്ങളിലുള്ളതാണ്. ആത്മീയ തലത്തിൽ ഒരു ചക്രവും ഇല്ല. മനസ്സിലാകുന്നത്? ഒരു ചക്രവും ഇല്ല. അവിടെ ശരീരമില്ല. ശരീരത്തിന് അതീതമാണത്. അപ്പം ഈ കുണ്ടലിനി സ്റ്റിമുലേറ്റ് ചെയ്ത് അതിലൂടെ മോക്ഷം പ്രാപിക്കും എന്ന് പറഞ്ഞാൽ സഹസ്രാരം ഓപ്പൺ ചെയ്തെന്നൊക്കെ പറഞ്ഞേ, അങ്ങനെയല്ല. ആ രീതിയൊന്നും വേണ്ട. നമ്മുടെ ഈ ആത്മീയ പുരോഗതി ആർജിച്ച് ആ തലത്തിലെത്തിയാൽ കൈവല്യം പ്രാപിക്കാം, തലപൊട്ടിയൊന്നും വേണ്ട. പക്ഷേ പല സമ്പ്രദായങ്ങളുണ്ടല്ലോ ഇതിനകത്ത്. ഇതിൽ
രാജയോഗ മാർഗം. രാജയോഗ മാർഗം സാധനയാണ്. അതിലാണ് മറ്റേ നമ്മുടെ യോഗ, പതഞ്ജലി മഹർഷി പറയുന്ന യോഗ ദർശനം, ഇതെല്ലാം ഇപ്പൊ ഹഠയോഗം പറയുന്നത്, കേരണ്ട മഹർഷിയുടെ കേരണ്ട സംഹിതയെ പറയുന്നതും, സ്വാത്മാരാമ മഹർഷിയുടെ ഹഠയോഗ പ്രതിഭ പറയുന്നതും, പതഞ്ജലി മഹർഷി യോഗദർശനത്തിൽ പറയുന്നതും എല്ലാം ഈ രാജയോഗം എന്ന് പറയുന്നത്. ഇന്നത്തെ രാജയോഗം വളരെ ലിമിറ്റഡ് ആയിട്ടൊരു ഭാഗം ആക്കിയിട്ടുണ്ട്, അങ്ങനെയല്ല. ഇതെല്ലാം രാജയോഗത്തിൻ്റെ മാർഗമാണ്, അതെല്ലാം സാധനയാണ്. എന്നാൽ പതഞ്ജലി മഹർഷിയുടെ യോഗ ദർശനം ആ സാധനയ്ക്കപ്പുറത്ത് ജ്ഞാനം കൂടി വരുന്നുണ്ട്. അതിലൊരു ഭാഗം അഷ്ടാംഗ യോഗം എന്ന് പറയും. അതെല്ലാം സാധനകളാണ്. ഈ സാധനകളിൽ ഈ കുണ്ടലിനി സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതിനകത്താണ് ഈ ഹഠയോഗത്തിലേക്കാണ് ഈ കുണ്ടലിനിയെ പറ്റി സ്പെസിഫൈ ചെയ്യുന്നത്. അല്ല വേദാന്തത്തിലോ അങ്ങനെയൊന്നും അതിനകത്തൊന്നുമില്ല. അപ്പോൾ അതിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ പേഷ്യൻസിന് ഇത് കൊടുക്കാറുണ്ട്. ഈ പറയുന്ന കുണ്ടലിനി യോഗം കൊടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞ ആത്മീയ സാധനയല്ല, മനസ്സിലായി. ശരീരം തളർന്നും ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളായിട്ടും ഒക്കെ കിടക്കുന്നവർക്ക് ഞാൻ കുണ്ടലിനി യോഗം കൊടുക്കാറുണ്ട്. കുണ്ടലിനി സാധനയിലൂടെ അവർക്ക് വളരെയധികം, കാര്യം അതൊരു ചികിത്സയുടെ ഭാഗമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അത് ഈ ശരീരത്തിന് വേണ്ടിയാണ്, അത് ആത്മീയ പുരോഗതിക്കല്ല. അവിടെയാണ് ഈ വ്യത്യാസം. പക്ഷെ ഇന്ന് പലരും തെറ്റിദ്ധരിപ്പിച്ച് ഇത് വലിയ മോക്ഷം, ലാസ്റ്റ് മോക്ഷം എന്നൊക്കെ പറഞ്ഞ്, ജ്ഞാനമില്ലാതെ മോക്ഷമില്ല വ്യാവഹാരിക ലോകത്തൊക്കെ. പക്ഷെ അവിടെയും ഇന്ന് ശരിയായ രീതി കുണ്ടലിനി യോഗം അറിയാവുന്നവരും പരിശീലിപ്പിക്കുന്നവരും വളരെ ഇല്ല. അതിൻ്റെ ദോഷങ്ങളാണ് കുണ്ടലിനി യോഗം പഠിപ്പിക്കുന്ന മാസ്റ്റേഴ്സ് പോലും ശാരീരികമായി ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. ഞാൻ ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എനിക്കറിയാം. അവരോട് ഞാൻ ആദ്യം പറയുന്നത്, നിങ്ങൾ തൽക്കാലം അത് നിർത്തൂ. പല സാധനങ്ങളും പലരും ചെയ്യുന്നവരെ പറ്റി എനിക്കറിയാം. ഒരുപാട് തന്ത്രം ചെയ്യുന്നവർ രോഗികളാണ്, ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ്. കാര്യം അതിലൊക്കെ ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഒരു കാര്യം ചെയ്താൽ ഗുണമുണ്ടെങ്കിൽ അത് തെറ്റായി ചെയ്താൽ ദോഷവുമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ വൈകിട്ടൊരു കുടുംബ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പല കാര്യങ്ങൾ സംസാരിച്ച സമയത്ത് പ്രാണായാമമൊക്കെ ചെയ്യുന്നതിൽ തെറ്റായി അവർ വളരെ കാലമായി ചെയ്യുന്നു. പക്ഷെ അവർ ചെയ്തപ്പോൾ നാഡീശുദ്ധിയൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ റോങ് ആണ്. യോഗം നടക്കേണ്ടത് ഉള്ളിലാണ്, പ്രാണായാമമൊക്കെ നടക്കുന്നത് ഉള്ളിലാണ്. അപ്പോൾ പ്രാണായാമം പൂരകം, അന്തർകുംഭകം, രേചകം, ബഹിർകുംഭകം, ഈ 4 ഘട്ടങ്ങളുണ്ട്. അന്തർകുംഭകം ചെയ്യുമ്പോഴാണ്, അകത്ത് ബന്ധിക്കുമ്പോഴാണ് ഈ പ്രാണായാമം നടക്കുന്നത്. പ്രാണന്റെ ആയാമം നടക്കുന്നത് അവിടെയാണ്. പൂരകം, രേചകം എത്ര സെക്കൻഡ് കൊണ്ട് എടുക്കുന്നു, എത്ര സെക്കൻഡ് കൊണ്ട് നീട്ടി വിടുന്നു, ഇതിൽ അകത്തെത്ര നിർത്തണം. അത് അകത്ത് മനഃപൂർവ്വം നിർത്തലൊന്നുമല്ല. ഞാനിവിടെ നമ്മൾ യോഗ സ്കൂളിൽ 10 ആഴ്ച കൊണ്ടാണ് നാഡീശുദ്ധി പ്രാണായാമം പഠിപ്പിക്കുന്നത്. അനുലോമ വിലോമ എന്ന് പറയുന്ന ഒരൊറ്റ പ്രാണായാമം പഠിക്കുന്നതിന് 10 ആഴ്ച എടുക്കും. ആദ്യം പൂരക, രേചകം മാത്രം ഒരാഴ്ചയാണ്. രണ്ടാമത്തെ ആഴ്ചയാണ് പൂരകവും അന്തർകുംഭകവും രേചകവും വരുന്നത്. മൂന്നാമത്തെ ആഴ്ചയിലാണ് ബഹിർകുംഭവും കൂടെ വരുന്നത്. പിന്നീടാണ് സമയം ക്രമീകരിച്ച് പോകുന്നത്. ആ സമയം ക്രമീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൽ എത്രത്തോളം അവർ പെർഫോം ചെയ്യുന്ന അവരുടെ ശാരീരിക മാനസിക അവസ്ഥകളെയൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഈ സമയം എത്രത്തോളം കുംഭകം ചെയ്യണമെന്നൊക്കെ പറയുന്നത്. 10 ആഴ്ച എടുക്കും ഇത് പഠിപ്പിക്കാൻ. ഇപ്പോൾ സാധാരണഗതിയിൽ ഓൺലൈൻ പഠിപ്പിക്കുന്നുണ്ട്. ഒരു യോഗ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അരമണിക്കൂർ മതി. അതെ, ഇതൊരിക്കലും പാടില്ല. ഇതുകൊണ്ടൊന്നും ഗുണമല്ല, ദോഷമേ ഉണ്ടാകാറുള്ളൂ. പിന്നെ ഞാൻ അത് ചെയ്യുന്നു എന്ന് തൃപ്തിയുണ്ട്, അങ്ങനെ പറയാം. ഇതാണ് ഏതൊന്നും പഠിക്കുമ്പോൾ തുടങ്ങുന്നത് എങ്ങനെ വേണമെങ്കിലും തുടങ്ങിക്കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് വിശദമായി നിങ്ങളൊരു നല്ല ഗുരുവിൽ നിന്ന് അതിൻ്റെ സംശയങ്ങൾ മാറ്റി നിങ്ങളത് ശരിയാക്കി എടുക്കണം. എല്ലാവർക്കും ഗുരുക്കന്മാരെ കിട്ടണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കഴിയുന്നിടത്തോളം നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾക്ക് ഒക്കുന്ന മറ്റൊരാൾ ഇന്നത് ചെയ്യുന്ന എനിക്കും അതുകൊണ്ട് അത് ചെയ്യണമെന്നല്ല. നിങ്ങളുടെ ശരീരം, ഇപ്പം ഒരാൾ എന്നെ ഫോണിലൂടെ വിളിച്ചിട്ട് സ്വാമി എനിക്ക് ഇവിടെ ഇപ്പം തിരുനാവായ അവിടെ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കണം, ഞാൻ വരേണ്ട വഴി എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നു. അപ്പം ഇയാൾ എവിടുന്നാണ് വരുന്നത്? ഇയാൾ തമിഴ്നാട്ടിൽ നിന്നാണോ വരുന്നത്,
അയാൾ പിന്നെ കർണാടകയിൽ നിന്നാണ് വരുന്നത്, അയാൾ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, അയാൾ എവിടെ നിൽക്കുന്നു എന്ന് അറിഞ്ഞാലല്ലേ എനിക്ക് ആ വഴി പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതെ അതെ. അതുപോലെ സാധനങ്ങളുടെ എല്ലാം അയാളുടെ തലം ഏതാണ്, ആ തലത്തിനനുസരിച്ചുള്ള സാധനങ്ങളെ കൊടുക്കാൻ പാടുള്ളൂ. നല്ല അനുഭവസിദ്ധനായിട്ടുള്ള ഒരു ഗുരുവിന് മാത്രമേ അതിൽ സഹായിക്കാൻ പറ്റൂ. അത് സാധനങ്ങൾക്ക് മാത്രമല്ല, നമ്മുടെ ഒരു പ്രശ്നം ഇന്ന് ഒരുപാട് പേർക്ക് പറ്റുന്നതാണ്. കുടുംബങ്ങളാകുമ്പോൾ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒരു വിഷയം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷയം എല്ലാവരോടും പറയരുത്. അതാരോടെങ്കിലും പറയണമെങ്കിൽ ആ പറയുന്ന ആൾക്ക് അതിനൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ കഴിയും എന്ന് വിശ്വാസമുള്ളവരോട് പറയണം. ഇല്ലെങ്കിൽ അത് കൂടുതൽ അപകടമായി മാറും. അതുപോലെയാണ് ഇത്. ഏതൊന്നും അതിന് പറ്റിയ ആളിനോട് വേണം സംശയം ചോദിച്ച് നിവർത്തിച്ച്. സ്വാമിജി ഒരിക്കൽ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ 6 ചക്ര ആക്റ്റീവായി കഴിഞ്ഞതിന് ശേഷം പിന്നെ 7ാമത്തെ ചക്രയ്ക്ക് പുറമേ ഒരു ചക്രം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ബ്രാഞ്ചിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നൊരിക്കൽ പറഞ്ഞായിരുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ 1000കണക്കിന് ചക്രങ്ങളുണ്ട്. അതിൽ പ്രധാനം 114 ചക്രങ്ങളാണ്. അതിൽ പ്രധാനം 6 ചക്രങ്ങളാണ്, ഷഡ്ചക്രങ്ങൾ. ആചാര്യന്മാരെല്ലാം എഴുതി വെക്കപ്പെട്ടുള്ള എല്ലാ ഷഡ്ചക്രങ്ങളെന്നാണ് അതായിട്ടുള്ളത്. എന്നാൽ അതായത് നമ്മുടെ മൂലാധാരം തുടങ്ങി ആജ്ഞ വരെയുള്ള ചക്രം, ഇത് ഇത്രയും സ്പൈനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. എന്നാൽ ആജ്ഞാചക്രം കഴിഞ്ഞാൽ മിക്കവാറും ഹഠയോഗികളൊക്കെ ചെയ്യുന്നത് സിദ്ധികൾക്ക് വേണ്ടി പലതും ചെയ്യാറുണ്ട്. മറ്റു പലരും ചെയ്യുന്നത് മോക്ഷത്തിന് വേണ്ടിയാണ്. മോക്ഷത്തിന് വേണ്ടി ജ്ഞാനമാർഗം സ്വീകരിക്കുമ്പോൾ അവരിൽ നിന്ന് ഇത് സഹസ്രാര ചക്രമായ ക്രൗൺ ചക്രയിലേക്കാണ് ഇത് ഉയരേണ്ടത്. എന്നാൽ ഹഠയോഗം പോലുള്ള ക്രിയകളിലൂടെ സിദ്ധികളാണ് ആർജിക്കുന്നതെങ്കിൽ അവരിൽ നിന്ന് ആജ്ഞാചക്രത്തിന്റെ പിൻഭാഗത്തുള്ള ബിന്ദു വിസർഗ ചക്രം എന്ന് പറഞ്ഞ ഒന്നുണ്ട്, പിനിയൽ ഗ്ലാൻഡിന്റെ ഭാഗമാണ്. അവിടേക്ക് സ്റ്റിമുലേറ്റ് ചെയ്യണം. അതിന് പല ക്രിയകളുണ്ട്. ഇപ്പൊ കേച്ചരി മുദ്ര, സാംഭവി മുദ്ര തുടങ്ങിയ ശക്തിമത്തായ ക്രിയകളൊക്കെ പരിശീലിക്കണം. അതിനൊക്കെ ഇങ്ങനെയാണ് പോകുന്നത്. ഇത് ചിലരൊക്കെ ഓൺലൈൻ പഠിക്കുന്നവരുണ്ട്. വിദേശത്തിരുന്ന് കൊണ്ട് എന്നോട് വിളിച്ച് ഞാൻ ഒരു കഷ്ടകാലത്തിന് കേച്ചരി ചെയ്യുന്നതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കേച്ചരി ചെയ്യുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇട്ട് അതിൻ്റെ ഗുണത്തെ പറ്റി ആത്മീയത്തെ പറ്റി ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഫേസ്ബുക്കിൽ. എത്ര പേരാണത് കേച്ചരി പഠിക്കണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും. അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റില്ല. ആ ഓരോരുത്തരുടെ തലത്തിൽ നിന്ന് ഉയർന്നു പടിപടിയായിട്ട് വേണം ഉയർന്നു പോകാൻ. ഇല്ലെങ്കിൽ അസാധാരണമായ ഇലക്ട്രിസിറ്റി പ്രവാഹമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. ഇത് താങ്ങാൻ നമ്മുടെ ശരീരത്തിലെ ഓർഗൻസിന്, ഗ്ലാൻസിന് ഒന്നും താങ്ങാൻ കഴിയില്ല. താങ്ങാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ, അത് വലിയ പ്രശ്നമായിരിക്കും. ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടെല്ലാം തകർന്നു പോകും. അതുകൊണ്ടാണ് ഇത് ധൃതിപ്പെട്ടല്ല, ശാന്തമായി നമുക്ക് അനുയോജ്യമായ രീതികളിലൂടെ ഓരോന്നും ഓണമെന്ന് പറയുന്നത്. ചക്രങ്ങളെക്കുറിച്ചുള്ള പഠനവും ഗവേഷണവും അതൊക്കെ നല്ലതാണ്. പക്ഷെ അതിനു മുമ്പ് യമനിയമങ്ങൾ എന്ന സദാചാര ബോധം വളർത്തുന്ന പതഞ്ജലി മഹർഷി പറഞ്ഞ യമനിയമങ്ങൾ എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ധാർമ്മിക ബോധം, അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, അതാണ് യമം. നിയമം, ശൗചം, സന്തോഷം, സ്വാധ്യായം, തപസ്, ഈശ്വര പ്രണിധാനം. ഇത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് വേണം ഏതൊരു സാധനയിലേക്ക് കടക്കാൻ. ക്ഷേത്ര ആരാധന ചെയ്യുന്നവർക്കും ഇത് അനിവാര്യമാണ്. ഇനി വേറെ താന്ത്രികവും അല്ലെങ്കിൽ കുണ്ടലിനി അല്ല, ഇനി എന്ത് വേണേലും ജ്ഞാനയോഗികൾക്ക് വരെ ഇത് വേണം. ഇത് സാധാരണഗതിയിൽ കുട്ടിക്കാലം മുതലേ ഇതിനുള്ള പരിശീലനങ്ങൾ വേണം.